മൂന്നാം ക്ലാസ് മാത്സിലെ പേജ് നമ്പർ 31 കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്പറുകളും ചിത്രങ്ങളും ലെറ്റേഴ്സൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് എഴുതാൻ നമ്മൾ പാറ്റേൺ എന്ന് പറയാം. അതിങ്ങനെ ആവർത്തിച്ച് എഴുതും. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ പാറ്റേൺ ശ്രദ്ധിക്കുക. അതാണ് 11, 22, 33, 44. ഇങ്ങനെ പാറ്റേൺ എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശരിക്കും നിരീക്ഷിക്കുക. ഇവിടെ നോക്കിയാൽ ആദ്യത്തെ സംഖ്യ 11 പിന്നെ 22 പിന്നെ 33 44. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 11 കഴിഞ്ഞ് 22. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു പൊതു വ്യത്യാസം ഉണ്ടാകും. ആ വ്യത്യാസം കണ്ടുപിടിക്കാൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുവശത്തുള്ള സംഖ്യയിൽ നിന്ന് ഇടതുവശ സംഖ്യ കുറയ്ക്കാം. ഉദാഹരണത്തിന് 22 11 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 11 തന്നെ കിട്ടും. 33 22 കുറച്ചാലോ 11 തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൽ പൊതു വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര ചെയ്യാനുള്ളൂ. നമ്മൾ പൊതു വ്യത്യാസം കണ്ടുപിടിക്കുക. ഇനി പൊതുവ്യത്യാസം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് നിരീക്ഷണത്തിൽ തന്നെ മനസ്സിലാവും എത്ര ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ അവിടെ എത്ര സംഖ്യയുടെ വ്യത്യാസം ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആ സംഖ്യ എടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള അവസാനത്തെ സംഖ്യ ഉണ്ടല്ലോ അത് എത്രയാണ്? 44 അല്ലേ? അപ്പോൾ 44 കൊണ്ട് കൂട്ടി കൊടുക്കുക. 44 11 എത്രയാണ്? 55. പിന്നെ 55 കൂടെ 11 പിന്നെയും കൂട്ടി കൊടുക്കുക. 55 11 എത്രയാണ്? 66. ഇത്രയേ ഉള്ളൂ. സോ ടു കംപ്ലീറ്റ് ദ പാറ്റേൺ ഐ എം റൈറ്റിംഗ് 55 and 66 there. അടുത്ത പാറ്റേണിലെ നമ്പേഴ്സ് വായിച്ച് നോക്കുക. എന്തൊക്കെയാണ്? 150, 250, 350 അങ്ങനെ പോവാണല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 100 ആണ്. കാരണം 150 കഴിഞ്ഞാൽ 250, 250 കഴിഞ്ഞാൽ 350. സോ ദ ഡിഫറൻസ് ഈസ് 100. അപ്പോൾ നമുക്ക് 100 വെച്ച് കൂട്ടി കൊടുത്താൽ മതി. ലാസ്റ്റ് അവിടെ എഴുതിയ സംഖ്യയിലൂടെ 100 വെച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ അവിടെ ഇവിടേക്ക് എഴുതാം. 350 കഴിഞ്ഞാൽ 450, 550. ഓക്കെ, നെക്സ്റ്റ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മളോട് ശ്രദ്ധിക്കണം. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 100, 101, 103, 106 ഇങ്ങനെയല്ലേ പോകുന്നത്. നമ്മൾ സാധാരണ പോലെ കുറച്ച് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇടയിലുള്ള വ്യത്യാസം സെയിം അല്ല, പല രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇപ്പോൾ 100 കഴിഞ്ഞാൽ 101 വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ അതിൻ്റെ വ്യത്യാസം എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 101 and 103. ദ ഡിഫറൻസ് ഈസ് 2 അല്ലേ. 103, 101 കുറച്ച് കഴിഞ്ഞാൽ 2 ആണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ രണ്ട് സംഖ്യയുടെ ഇടയിൽ 1, രണ്ടാമത്തെ രണ്ട് സംഖ്യയുടെ ഇടയിൽ 2. അപ്പോൾ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ നാലാമത്തെ സംഖ്യയുടെ ഇടയിൽ 3 ആണ് വരുന്നത്. നമുക്ക് നോക്കി നോക്കാം. 106, 103 കുറച്ച് കഴിഞ്ഞാൽ ദ ഡിഫറൻസ് ഈസ് 3. അപ്പോൾ അത് ശരിയായി. അപ്പോൾ ഇനി വരുന്നത് എങ്ങനെയായിരിക്കണം? ഇനി പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്യണം നമ്പർ അല്ലെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കാൻ പോകുന്ന നമ്പറിൽ എങ്ങനെയായിരിക്കണം? ആദ്യത്തെ ഡിഫറൻസ് 1, രണ്ടാമത്തെ ഡിഫറൻസിൽ 2, മൂന്നാമത്തെ ഡിഫറൻസിൽ 3. അപ്പോൾ അടുത്ത ഡിഫറൻസ് എത്രയായിരിക്കണം? അല്ലെങ്കിൽ നമ്മൾ എത്ര ഡിഫറൻസ് ആണ് കൂട്ടി കൊടുക്കേണ്ടത്? 4 ആണ്. കാരണം ആദ്യം 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 4. അങ്ങനെ 4 കൂട്ടി 110 കിട്ടി. ഇനി അടുത്ത സംഖ്യ എങ്ങനെ കിട്ടുന്നത് നോക്കാം. നമ്മൾ എത്ര വെച്ചാൽ കൂട്ടേണ്ടത്? 1 വെച്ച് കൂട്ടി, 2 വെച്ച് കൂട്ടി, 3 വെച്ച് കൂട്ടി, 4 വെച്ച് കൂട്ടി. അടുത്ത എത്ര വെച്ചാൽ കൂട്ടേണ്ടത്? 5 വെച്ചാണ് കൂട്ടേണ്ടത്. അപ്പം 110. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അവസാനത്തെ സംഖ്യ 110 ആണല്ലോ. 110 നമ്മൾ 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 115 കിട്ടും. അടുത്ത പാറ്റേൺ 990, 980, 970. ഇവിടെ 10 വെച്ച് കുറയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 970 ആണ് ഇപ്പോൾ ലാസ്റ്റുള്ള സംഖ്യ. അപ്പോൾ 970യുടെ കൂടെ നമുക്ക് 10 കൊണ്ട് കുറച്ച് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് എത്ര വരും? 960. ഓക്കെ, 960 വരും. പിന്നെ അടുത്ത നമ്പർ കിട്ടാനോ? പിന്നെയും 10 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 950 അല്ലെങ്കിൽ 950. ഇനി മൈ പാറ്റേൺ എന്ന് പറയുന്ന സെക്ഷൻ കാണാം. അവിടെ നിങ്ങൾ സ്വന്തമായിട്ട് പാറ്റേൺ എഴുതേണ്ടതാണ്. ഈ മാതൃക പിന്തുടരുക. അതിൽ സ്വന്തമായിട്ട് 4 പാറ്റേൺ എഴുതണം. ഉദാഹരണമായിട്ട് ഞാനൊരു 4 എണ്ണം സിമ്പിളായിട്ടുള്ള കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിരീക്ഷിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് വേറെ എഴുതി നോക്കണം. ആദ്യം സിമ്പിളിൽ തുടങ്ങി പിന്നെ ടഫായിട്ടുള്ള പാറ്റേൺസ് എഴുതി നോക്കുക. ഓൾ ദി ബെസ്റ്റ്.